ഹേ ഗായ്സ്, ഇന്നലെ എന്താ പറയുക അൻസാരി ഉസ്താദിനെതിരെ നദിയ ഖാദർ എന്ന് പറയുന്ന ഒരു ഇൻഫ്ലുവൻസർ വളരെ മ്ലേച്ഛമായ രീതിയിൽ ഉസ്താദിനെ പറയുന്നത് കേട്ടു. പറയാനുള്ള കാരണം എന്ന് വെച്ചാല് നമ്മുടെ തുളസിദാസ് സാറ് ഒരു ഇന്റർവ്യൂവിൽ വന്നിരുന്ന് ഒരു മുസ്ലിം പെൺകുട്ടി ആയിരുന്നു ആങ്കർ ആയിട്ടുണ്ടായിരുന്നത്. അപ്പോ ആ തുളസി സാറ് ആ ആങ്കറിനോട് ചോദിക്കുകയാണ് എന്താണ് ജിഹാദിയ എന്നുള്ളത്. അപ്പൊ ആ കുട്ടിക്ക് വലിയ പിടുത്തില്ലായിരുന്നു, അതാണ് സത്യം. അപ്പം തിരിച്ചു മറുപടി എന്തൊക്കെയോ പറഞ്ഞ് അവളെ ഒഴിഞ്ഞു. അപ്പൊ അത് വിശദീകരിച്ചു കൊടുക്കുന്നുണ്ട്. അവൾക്കറിയാത്തത് കൊണ്ട് തുളസി സാർ അത് വിശദമായി വിവരിച്ചു കൊടുക്കുന്നുണ്ട്. ഇതാണ് അവിടെ സംഭവിച്ചത്. ഇത് നമ്മൾ അൻസാരി ഉസ്താദ് എടുത്തിട്ട് അവളുടെ ഫോട്ടോയും വെച്ച് അതിനുള്ള ഒരു മറുപടിയാണ് അദ്ദേഹം കൊടുത്തിട്ടുള്ളത്. കാരണം അറ്റ്ലീസ്റ്റ് ഒരു ആങ്കറായി വന്നിരിക്കുമ്പോ എന്തിനെ കുറിച്ചാണ് സംസാരിക്കുന്നത് എന്നുള്ളത് കുറച്ച് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ് എന്നാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. അതിനെക്കുറിച്ച് അറിയാതെ എന്തിനാണ് പിന്നെ അദ്ദേഹത്തോട് ആ ഒരു ചോദ്യം ചോദിച്ചതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. അതായിരുന്നു അൻസാരി ഉസ്താദ് ചെയ്ത ഏക തെറ്റ് എന്ന് പറയുന്നുള്ളത്. ഇത് എവിടെയും ആർക്ക് പിടിച്ചില്ല, ഈ നാദിറ ഖാദറിന് പിടിച്ചില്ല, മാത്രമല്ല ഈ പെൺകുട്ടിക്കും പിടിച്ചില്ല. അപ്പോ നാദിറ ഖാദർ എന്ന് പറയുന്ന ആ ഒരു മുസ്ലിം എന്ന് പറയുന്നുണ്ട്, പേര് നെയ്മൊക്കെ അങ്ങനെയാണ്. പക്ഷെ ഇവള് മുസ്ലിം ആയിരുന്നു, ഇപ്പൊ അല്ല. മനസ്സിലായില്ലേ? മനഃപൂർവ്വം മുസ്ലിങ്ങളെ കരിവാരി തേക്കാൻ വേണ്ടിയും മുസ്ലിമിന്റെ ഹിജാബും പോലെ കെട്ടി വന്ന് ഷാള് വിട്ട് തട്ട് വിട്ട് വന്നിട്ട് മുസ്ലിമിന്റെ അകത്ത് നിന്നുകൊണ്ട് തന്നെ മുസ്ലിങ്ങൾക്കിട്ട് പണി കൊടുക്കുക, ഇതാണ് ഇവളുടെ ലക്ഷ്യം. ഇവൾക്കിപ്പോ മുസ്ലിങ്ങളോട് വെറുപ്പാണ്. ഏത് ഉസ്താദുമാരായാലും ഏത് മതത്തിലുള്ള പണ്ഡിതന്മാരായാലും അവർക്ക് അവരുടെ ജാതിയിലുള്ളവർക്ക് മതത്തെക്കുറിച്ചും അതിലെ ആചാരാനുഷ്ഠാനങ്ങളെ കുറിച്ചും പറഞ്ഞു കൊടുക്കും. അത് എവിടെയും ആരോട് ചോദിച്ചാലും നിങ്ങൾക്ക് അത് കാണാം. ഇവളതൊന്നുമല്ല. ഇവള് ചാനൽ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം ഉസ്താദുമാരെയും മുസ്ലിംസിനെയും ടാർഗറ്റ് ചെയ്തുകൊണ്ട് പല വീഡിയോസും ഉണ്ട് ഗൈസ്, നിങ്ങളൊന്ന് കാണണം. ഇവള് ശരിയായ രൂപം ഞാൻ ഇവിടെ ഫോട്ടോ ആയിട്ട് കൊടുക്കാം. ഇവൾ ഈ വീഡിയോ ചെയ്യുന്നത് നിങ്ങൾ കണ്ടോക്കെ അത്ഭുതപ്പെട്ടു. ഭയങ്കര മുടിയൊക്കെ മറച്ച് നല്ല സ്കാർഫൊക്കെ ഇട്ട് വന്നിട്ട് മനഃപൂർവ്വം കരുവാച്ചേക്കാണെന്ന് ഞാൻ പറയൂ. നമുക്ക് എന്തായാലും ഇവള് പറഞ്ഞ ആ ഒരു വീഡിയോ ഒന്ന് കണ്ടോക്കാം. മറ്റുള്ള ആളുകളൊന്നും നിങ്ങൾക്ക് സമാധാനമായാലും അൻസാരി സുരീസാദെ, അതായത് ഒരു പെൺകുട്ടീനെ നിങ്ങളുടെ മതത്തിന്റെ പേരില് ഒരു കുട്ടിനെ എന്താ പറയാ ലക്ഷ്യം ചെയ്യാനായിട്ട് ഇട്ടുകൊടുത്തതാ. അവളെ പച്ചയ്ക്ക് അവളെ വലിച്ചു കീറാനായിട്ട് നിങ്ങളുടെ അനുയായികൾക്ക് ഇട്ടുകൊടുത്തിട്ട് അവളുടെ ഗതികടിപ്പോ ഒന്ന് നോക്കിക്കേ. എന്തോരോ ആ പെൺകുട്ടി ആ വീഡിയോ നിങ്ങളുടെ ഈ ജിഹാദികൾ എന്ന് പറയുന്ന ജിഹാദികൾ ആരാണെന്ന് കൊല്ലം തുളസി സാറ് ഇട്ട ആ വീഡിയോയിൽ എനിക്ക് അപ്പോഴേ തോന്നി ഈ കുട്ടീനെ അത്ര അധിക്ഷേപിക്കുമെന്നുള്ളത്. എന്തുകൊണ്ടാണ് ഈ മതത്തിലെ പെൺകുട്ടികൾ മതം വെറുക്കാൻ കാരണമാണ് നിങ്ങളെ പോലുള്ള ആളുകളാണ്. ഈ പെൺകുട്ടിയുടെ ഈമാൻ അളക്കാൻ വരുന്നത്, അവളെ ലക്ഷ്യം ചെയ്യുന്നത്, അവളുടെ വസ്ത്ര സ്വാതന്ത്ര്യം, അവളുടെ വസ്ത്രം വെച്ച് അവളെ അളക്കുന്നത്, അവളൊന്ന് ആടിയാലോ പാടിയാലോ അവൾ അങ്ങേയറ്റം അവളുടെ ഉപ്പുപ്പാനെ വരെ വിമർശിക്കുന്നതിന്. മനസ്സിലായോ? ഇത് ശരിയല്ല. നിങ്ങൾക്കൊക്കെ എന്ത് നാണമുണ്ടോ? നിങ്ങൾക്ക് ഒരു പെൺകുട്ടീന്റെ വസ്ത്രം ഈ 2026 ഒരു പെൺകുട്ടീന്റെ വസ്ത്രം വെച്ച് അവളെ അളക്കാനും അവളെ സെലക്ട് ചെയ്യാൻ നിങ്ങൾക്ക് ഒരു അധികാരമില്ല. നിങ്ങൾ ഈ ഔലിയാക്കന്മാര് അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ പറയുന്നുണ്ടല്ലോ. ആ ഉപ്പുപ്പാനെ കണ്ടാൽ, ആ ഔലിയ ഉപ്പുപ്പാനെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ കുളിച്ചതായിട്ട് തോന്നില്ല, പല്ല് തേച്ചതായിട്ട് തോന്നില്ല, നിസ്കരിച്ചതായിട്ട് തോന്നില്ല. ഇവിടെ ഔലിയ ഇവിടെ കിടന്നുറങ്ങുമ്പോ അവിടെ പിന്നെ എന്താ പറയുക, മക്കയിൽ ചെന്നിട്ട് ഹറമിൽ ചെന്നിട്ട് തോഫ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് ആളുകള്. ഇത്രയൊക്കെ പിന്നെ കാര്യങ്ങൾ നിങ്ങൾക്ക് പറയാമെങ്കിൽ നിങ്ങൾക്ക് ആ വിശ്വാസത്തിലെങ്കിലും നിങ്ങൾ ജീവിച്ചു പോകുന്ന ആളുകളാണ് എന്നുണ്ടെങ്കിൽ, അങ്ങനെയുള്ള പിന്നെ കഥകൾ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കൗമിനെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തൂടെ? പെണ്ണുങ്ങളെ ഇങ്ങനെ ഈ ലക്ഷ്യം ചെയ്യാൻ പാടില്ല എന്ന്, അനാവശ്യം പറയാൻ പാടില്ല എന്ന് നിങ്ങളുടെ വിശ്വാസത്തിനെതിരായിട്ട് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ നിങ്ങൾക്ക് വളരെ മാന്യമായിട്ടുള്ള രീതിയിൽ അവരെ വിമർശിക്കാനുള്ള എല്ലാവിധ സ്വാതന്ത്ര്യമുള്ള രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത്. അല്ലാണ്ട് ഒരു പെണ്ണൊരു കാര്യം പറഞ്ഞു വരുമ്പോഴത്തേക്കും അവൾ അങ്ങേയറ്റം അധിക്ഷേപിക്കാനും അധിക്ഷേപിച്ച് ഇട്ട് കൊടുക്കാനായിട്ട് ഞാനൊന്നും പറഞ്ഞില്ല രാമനാരായണ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നടക്കുന്നതല്ല നിങ്ങളുടെ എന്താ പറയുന്നത്, നിങ്ങളുടെ അന്തസ്. മനസ്സിലായില്ലേ? അപ്പോഴേ എനിക്ക് തോന്നി ആ പെൺകുട്ടീനെ അത്രയും കാര്യം. എന്താ വെച്ച് കഴിഞ്ഞാൽ എന്റെ ഒരു നബിദിനത്തിന് ഞാൻ നബിദിനം നടത്തണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്. നബിദിനത്തിന്റെ പിന്നെ എന്താ പറയാ അതിന്റെ ആഘോഷങ്ങൾ ലളിതമാക്കുക. ഈ കുറെ തോന്നിയാസ നബിദിന റാലിയിൽ നടക്കുന്നുണ്ട്. ആ തോന്നിയാസങ്ങൾ ഒഴിവാക്കാനാ പറഞ്ഞത്, അല്ലാണ്ട് നടത്തണ്ടെന്നോ ആഘോഷിക്കണ്ടെന്നോ ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല. അതിന്റെ പേരിൽ എടുത്ത് റിയാക്ട് ചെയ്തിട്ട് കുറെ അല്ലവലാദികളായിട്ടുള്ള ആളുകൾ, എനിക്ക് അങ്ങനെ തന്നെ ഞാൻ പറയും, അല്ലവലാദികളായിട്ടുള്ള പെണ്ണുങ്ങളെ എങ്ങനെ റെസ്പെക്ട് ചെയ്യണോ എന്നുള്ളത് പഠിപ്പിച്ചു കൊടുക്കണം. പെണ്ണുങ്ങളുടെ വസ്ത്ര സ്വാതന്ത്ര്യത്തിനെ കുറിച്ച് അവളെ ലിപ്സ്റ്റിക് ഇട്ടോന്നും അവൾ എന്തിട്ടെന്ന് പറഞ്ഞിട്ട് അവളുടെ വിശ്വാസത്തെ ചോദ്യം ചെയ്യാനും അവളുടെ ഈമാനെ ചോദ്യം ചെയ്യാനും അല്ല നിങ്ങൾ നോക്കേണ്ടത്. നിങ്ങൾ ആദ്യം നിങ്ങളുടെ കൗമിനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക എങ്ങനെ ഒരു പെണ്ണിന്റെ അടുത്ത് മാന്യമായിട്ട് സംസാരിക്കണോ എന്നുള്ളത്. അതാണ് നിങ്ങൾ ചെയ്തു കൊടുക്കേണ്ടത്. മനസ്സിലായില്ലേ?
നാണമില്ലാത്ത വർഗ്ഗങ്ങൾ, അറപ്പ് തോന്നുന്നു. ചുമ്മാതല്ല ഈ ജസ്ല മാടശ്ശേരിയെ പോലുള്ള ആളുകൾ ഉണ്ടായത്. എന്തുകൊണ്ടാണ് അങ്ങനെ ഉണ്ടായത്? എന്തുകൊണ്ടാണ് നിങ്ങൾ ഇവിടെ ഈ പിന്നെ എന്താ പറയുന്നത് നിരീശ്വരവാദികളോ അല്ലെങ്കിൽ RSSകാരോ അല്ലെങ്കിൽ BJPക്കാരോ ക്രിസ്സംഗികളോ മറ്റുള്ള ആളുകളോ ഒന്നും വേണ്ട ഇസ്ലാമിനെ വിമർശിക്കാനായിട്ട്. നിങ്ങളെ പോലുള്ള ഒസ്താക്കന്മാരുടെ എന്താ പറയുന്ന സ്റ്റേറ്റ്മെന്റുകൾ, സ്ത്രീകളെ അധിക്ഷേപിച്ചുള്ള സ്റ്റേറ്റ്മെന്റുകൾ, ബുദ്ധിക്ക് നിരക്കാത്ത കാര്യങ്ങൾ നിങ്ങൾ വിളിച്ചു പറയുന്ന ലൈംഗികത, സ്ത്രീ എന്ന് പറയുന്നത് ഇത് മാത്രമേ നിങ്ങൾക്ക് സംസാരിക്കാനുള്ളൂ. മറ്റുള്ള സാമൂഹ്യ വിഷയങ്ങൾ നിങ്ങൾ സംസാരിക്കാത്തതുകൊണ്ട് ട്രോള് കിട്ടുവാണോ? നിങ്ങളാണ് അവർക്ക് അവസരം ഉണ്ടാക്കി കൊടുക്കുന്നത്. അല്ലാണ്ട് നിങ്ങൾ തന്നെ നിങ്ങളുടെ കുഴി കൊണ്ടുന്നു. നിങ്ങളാണ് ഇസ്ലാമിനെ വിൽക്കുന്നത്, നിങ്ങളാണ് ഇസ്ലാമിനെ വെറുപ്പിക്കുന്നത്, അല്ലാണ്ട് പുറത്തുനിന്ന് വന്ന ഒരു മനുഷ്യരും അല്ല. സ്റ്റുപ്പിഡ്സ്. നിങ്ങൾക്ക് ഉസ്താദുമാര് പറയാൻ വേണ്ടി എനിക്ക് എന്ത് യോഗ്യതയാണുള്ളത്? മതപണ്ഡിതന്മാര് അവരുടെ എന്താ പറയാ മതത്തിൽപ്പെട്ട മക്കള് മതത്തിന് യോജിക്കാത്ത ഡ്രസ്സ് ഇട്ടാലോ മതത്തിന് യോജിക്കാത്ത രീതിയിൽ നടന്നാലോ ചിലപ്പോൾ മതപണ്ഡിതന്മാർ അത് ശരിയാക്കാൻ വേണ്ടിയിട്ട് അതിനെക്കുറിച്ച് പറഞ്ഞു കൊടുക്കും. അത് നിനക്ക് മനസ്സിലാവണമെങ്കിലേ നീ ഇസ്ലാം എന്താന്ന് ആദ്യം മനസ്സിലാക്കണം. മനസ്സിലായാലും ഇസ്ലാമിലെ മതചര്യകൾ എന്താന്ന് നീ ആദ്യം മനസ്സിലാക്കണം. അതല്ലാതെ നിനക്ക് തോന്നിയ ഡ്രസ്സ് ഇട്ടിട്ട് നിനക്ക് ജീവിക്കണം എന്നുണ്ടെങ്കിൽ നീ ഇസ്ലാമിന്ന് പുറത്തു പോയി ജീവിച്ചോടോ, അതല്ലെങ്കിൽ ഇസ്ലാമിന്റെ അകത്ത് നിന്ന് തന്നെ നീ ജീവിച്ചോ. ബട്ട് അതിനെ മറ്റുള്ള ഉസ്താദുമാരെ വിളിച്ചിടച്ച് നീ വലിയ പുണ്ണാളത്തൊന്നും ആവണ്ട. നീ പറഞ്ഞു ഈ ഇതുപോലുള്ള ഉസ്താക്കന്മാർ ഉള്ളത് കൊണ്ടാണ് ജസ്ല മാടശ്ശേരി പോലുള്ള ആൾക്കാർ പിന്നെയും ഇതുപോലെ പൊട്ടിമുളക്കുന്നതെന്ന് നീ പറഞ്ഞു. അതെന്തുകൊണ്ടാണെന്നറിയോ? ഇസ്ലാമിൽ ഉള്ള കാര്യങ്ങൾ, ഇസ്ലാം പിൻപറ്റി ജീവിക്കുന്ന ആൾക്കാർ ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് നിങ്ങൾക്ക് വായി തോന്നുന്നതൊക്കെ ഇങ്ങനെ വിളിച്ചു പറയുന്നത്. നിങ്ങൾ തോന്നിയ പോലെ നിങ്ങൾക്ക് ജീവിച്ചോ. പക്ഷെ ഇസ്ലാമിൽ നിരക്കാത്ത കാര്യങ്ങൾ കണ്ട ഏത് പണ്ഡിതനായാൽ പോലും ഏത് മതത്തിൽ ഉള്ള ആൾക്കാരായാൽ പോലും അതിനെക്കുറിച്ചൊന്ന് വിമർശിക്കാനെന്ന് പറയാൻ പറ്റൂല. അത് തെറ്റാണെന്ന് പറഞ്ഞു തരാൻ ഏത് മതപണ്ഡിതനും അവകാശമുണ്ട്. അത് സോഷ്യൽ മീഡിയയിൽ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് ഇരുന്നിട്ട് ചെയ്യുമ്പോൾ കണ്ടാൽ ആരായാലും പറയും. അതിന് നീ ഇത്ര ഉറഞ്ഞു തുള്ളാൻ മാത്രം ഒന്നും ഇവിടെ ഉണ്ടായിട്ടില്ല. മനസ്സിലായില്ലേ? ആ കുട്ടിക്ക് പറയാനുള്ളത് ആ കുട്ടി വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. നിന്നെ പോലൊക്കെ തന്നെ ഏകദേശം സംസാരിച്ചിട്ടുള്ളത്. എന്തായാലും ആ വിമർശനത്തിന് വഴിയൊരുക്കിയ ആ ഇന്റർവ്യൂ ഒന്ന് കണ്ടോക്കാം. തീരുമാനം നല്ല ഏത് മുസ്ലിമിന് പോലും യഥാർത്ഥ മുസ്ലിമിൽ എല്ലാവരും ഒന്നും ഞാൻ പറയുന്നില്ല, ബഹുഭൂരിപക്ഷം മുസ്ലിമിന് പോലും ജിഹാദി എന്തെന്ന് അറിയില്ല. ഞാൻ ഖുർആൻ പഠിച്ച ആളെന്ന് മനസ്സിലാക്കിയിട്ടാണ്. ഞാൻ മഹാവ്യക്തികളോട് ഞാൻ ചോദിച്ചിട്ടുണ്ട്, മുസ്ലിം പുരോഗമന്മാരോട് ചോദിച്ചിട്ടുണ്ട്. ജിഹാദി എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു തീരുമാനം, അത് നല്ല ഏത് തീരുമാനമായിക്കോട്ടെ, ഏതൊരു ആശയമായിക്കോട്ടെ, ഏതെങ്കിലും പ്രത്യയശാസ്ത്രമായിക്കോട്ടെ, അതിനുവേണ്ടി തീവ്രമായി പണിയെടുത്ത് അതിനെ വിജയിപ്പിക്കാൻ ശ്രമിക്കുന്നതാണ് ജിഹാദി. സ്വാതന്ത്ര്യ സമരത്തിന് ഇവളുടെയൊക്കെ വിചാരം എന്ന് വെച്ചാല് ഇസ്ലാമിന് നിരക്കാത്ത കാര്യങ്ങള് ഇസ്ലാമിൽ നിന്നുകൊണ്ട് തന്നെ ചെയ്യണം എന്നാണ് പറയുന്നത്. ആ ഒരു സ്വാതന്ത്ര്യം ഇവൾക്ക് കിട്ടണം, ഇവളെ പോലുള്ള ആൾക്കാർക്ക് കിട്ടണം എന്നാണ് ഇവള് പറയുന്നുള്ളത്. ആ സ്വാതന്ത്ര്യം കിട്ടാത്തോണ്ട് തന്നെയാണ് ഇവള് വീട് വിട്ട് വേറെ താമസിക്കുന്നത്. മനസ്സിലായില്ലേ? ഒരു സംഖ്യയും കൂടെ ഉണ്ട് എന്നൊക്കെ പറയപ്പെടുന്നു. ശരിയാണോ എന്ന് എനിക്കറിയില്ല. നീ പറയുന്നത് കേട്ട് തുള്ളാനും നീ പറയുന്നത് കേട്ട് വിശ്വസിക്കാനും നിൽക്കുന്ന കുറെ ആൾക്കാർ ഉണ്ടാവുമായിരിക്കും നിനക്ക്. നീ വിമർശിക്കുന്ന ഈ ഇസ്ലാമിൽപ്പെട്ട ഉസ്താദ് തന്നെയാണ് അൻസാരി ഉസ്താദ്. ആ അൻസാരി ഉസ്താദ് അന്യമതസ്ഥരായ ഒരു പെൺകുട്ടിക്ക് 32 ലക്ഷം രൂപ ഒറ്റക്ക് പൊരുതി നേടിയിട്ട് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. നിനക്ക് പറ്റുമോ അങ്ങനെ? നിനക്ക് ഒറ്റക്ക് ഉണ്ടാക്കിയിട്ട് അതുപോലെ കൊടുക്കാൻ പറ്റുമോ? ഈ കുറേ ഉസ്താദന്മാരെ വെച്ച് കാച്ചുന്നുണ്ടല്ലോ. അപ്പോൾ ഈ ഒരു കളിയില്ലേ, ഈ സ്കാഫൊക്കെ ഇട്ട് വന്നിരുന്ന് മുസ്ലിമിൻ്റെ ഇസ്ലാമിക പേരും വെച്ചിട്ട് ഇസ്ലാമിനകത്ത് നിന്നുകൊണ്ട് തന്നെ മതപണ്ഡിതന്മാരെ കുറ്റം പറയുന്ന, ഇസ്ലാമിനെ കുറ്റം പറയുന്ന നീ അതൊന്ന് ഒഴിവാക്കി മാറ്റി പിടിക്കും. അപ്പോൾ എൻ്റെ വീഡിയോ എന്തായാലും ഇത്രയുള്ളൂ ഗൈസ്. നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ ബൈ.